നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് കാച്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കാവത്തിൻ്റെ വള്ളിയിലുണ്ടാവുന്ന ചെറിയ ചെറിയ കാച്ചിലാണ്. അതൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വള്ളിയിലും ഉണ്ടായിരുന്നു. അതെല്ലാം പറിച്ചെടുക്കുകയും ചെയ്തു. ഇത് പുഴുങ്ങിക്കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് പുഴുങ്ങിക്കഴിക്കുന്നതിലും നല്ലത് ചുട്ട് കഴിക്കുന്നതാണ്. ചുടുന്നതാണ് കൂടുതൽ രുചി. ചുട്ടെടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ പുഴുങ്ങാൻ പോകുന്നത്. കിട്ടിയ കാച്ചിലിൻ്റെ വള്ളിയും നാരും ഒക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കട്ടെ. ഈ കാച്ചിലൊക്കെ നന്നായി കഴുകിയെടുക്കുമ്പോഴാണ് നമ്മുടെ അടുക്കള ചുമരിൽ മനോഹരമായ ഒരു കാഴ്ച കണ്ടത്. ദാ മനോഹരമായ ഒരു പൂമ്പാറ്റ. ഈ പൂമ്പാറ്റയുടെ ഭംഗിയും ചലനങ്ങളും നോക്കി ഞാൻ അങ്ങനെ കുറച്ചു നേരം നിന്നു. പക്ഷേ എൻ്റെ കാഴ്ചയ്ക്കും നോട്ടത്തിനും മുമ്പേ തന്നെ 2 വിരുതന്മാർ അവിടെ പൂമ്പാറ്റയെ നോട്ടമിട്ടിരുന്നു. അവരുടെ നോട്ടം കണ്ടാൽ അറിയാം ഈ പൂമ്പാറ്റയുടെ കാര്യം തീരുമാനമായെന്ന്. അത് കണ്ടപ്പോൾ പൂമ്പാറ്റയെ പല്ലികൾക്ക് വിട്ടുകൊടുക്കാൻ മനസ്സനുവദിച്ചില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. അടുക്കള സ്ലാബിൽ കയറി നിന്നായിരുന്നു എൻ്റെ അഭ്യാസം. ഞാൻ അടുത്തു പോകും തോറും പാറി പോകുന്നുണ്ടായിരുന്നു ആ പൂമ്പാറ്റ. എങ്ങനെയെങ്കിലും അതിനെ പിടിച്ചിട്ട് വേണം വീടിന് പുറത്തു കൊണ്ടുപോയി പറത്തിക്കളയാൻ. എന്നാൽ പൂമ്പാറ്റയാണെങ്കിൽ പിടി തരുന്നുമില്ല. കാച്ചിൽ പുഴുങ്ങുന്നതിൻ്റെ വീഡിയോ എടുക്കാനായി വന്ന എൻ്റെ വീഡിയോഗ്രാഫർ എൻ്റെ അഭ്യാസം കൂടി വീഡിയോ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. മുകളിലെ അഭ്യാസം കുറച്ചായപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. ഇനിയിപ്പോൾ എടുത്തോ എടുത്തില്ലയോ, എന്തായാലും എൻ്റെ അഭ്യാസം ലക്ഷ്യം കണ്ടിരിക്കുന്നു. പൂമ്പാറ്റയെ കയ്യിൽ കിട്ടി. അവനങ്ങനെ എൻ്റെ കൈപ്പിടിക്കുള്ളിൽ കിട്ടിയെങ്കിലും കൈ തുറന്നാൽ പാറിപ്പറന്ന് പല്ലിയുടെ വായിൽ ചാടാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് വേഗം ഈ സുന്ദരക്കുട്ടനെ പുറത്തു കൊണ്ട് പറത്തിക്കളയട്ടെ. പുറത്തുപോയി പാറി നടന്ന് കളിച്ചും രസിച്ചും തേൻ കുടിച്ചും നടക്കട്ടെ. അതിനിടയ്ക്ക് വേറെ ഏതെങ്കിലും ജീവികളുടെ ഇരയാവുമോ എന്നറിയില്ല. അങ്ങനെയെങ്കിൽ അത് അതിൻ്റെ വിധി. മുറ്റത്തെ ചെടികൾക്കിടയിൽ പൂമ്പാറ്റയെ സ്വതന്ത്രനാക്കാൻ തീരുമാനിച്ചു. എൻ്റെ കൈക്കുള്ളിൽ കിടന്ന് ചിറകടിക്കുന്ന പൂമ്പാറ്റക്കുട്ടൻ പുറത്ത് ചാടാൻ വെമ്പുന്നു. കൈകളൊന്ന് തുറക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ചിറകിട്ടടിച്ച് പൂക്കളുടെ വർണ്ണലോകത്തേക്ക് പാറി മറഞ്ഞു. പൂമ്പാറ്റയും പൂവും കളിയും ചിരിയും വീഡിയോ പിടുത്തമൊക്കെയായി സമയം പോയതറിഞ്ഞില്ല. എൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഞാൻ മറന്നിരിക്കുന്നു. അയ്യോ, എൻ്റെ കാച്ചിൽ പുഴുങ്ങണ്ടേ. വീണ്ടും തിരിച്ച് അടുക്കളയിലേക്ക്. കാച്ചിലുകളെല്ലാം കഴുകിയെടുത്തു. ഒരു നേരത്തെ ഭക്ഷണം മുട്ടിച്ചതിൻ്റെ ദേഷ്യത്തിൽ പരസ്പരം നോക്കിയും എന്നെ ചീത്ത വിളിച്ചും പല്ലിക്കുട്ടന്മാർ ചുമരിൽ വീണ്ടും സ്ഥാനം പിടിച്ചിരിക്കുന്നു. പല്ലികളോട് ചെയ്ത ക്രൂരതയ്ക്ക് എന്താണാവോ എനിക്ക് ശിക്ഷ വിധിക്കുക. എന്തായാലും കഴുകിയെടുത്ത കാച്ചലിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കട്ടെ. കുക്കറിൽ അല്പം വെള്ളമൊഴിച്ച് അതിലേക്ക് കാച്ചിലും ഇട്ടു. ഉപ്പിടുന്നവർക്ക് ഉപ്പും ഇടാം. കുക്കർ അടച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ ഉപ്പൊന്നും ഇടാതെയാണ് കാച്ചിൽ പുഴുങ്ങിയെടുക്കുന്നത്. കുക്കറിലിട്ട് ഒറ്റ വിസിൽ. ഗ്യാസ് ഓഫാക്കി കൊടുക്കുക. കുക്കറിലെ ആവിയെല്ലാം പോയി കഴിയുമ്പോഴേക്കും കാച്ചിൽ നന്നായി വെന്ത് കാണും. ഇതാ കാച്ചിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിനെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയെടുക്കണം. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം തൊണ്ടെല്ലാം കളഞ്ഞ് ചമ്മന്തിയുടെ കൂടെയോ വെറുതെയൊക്കെ ആയി കഴിക്കാം. വൈറ്റമിൻ സിയും പൊട്ടാസ്യവും നാരുകളും ആൻറ്റി ഓക്സൈഡുകളും ഒക്കെ അടങ്ങിയ നമ്മുടെ കാച്ചിൽ പോഷകഗുണമുള്ള ഒരു കിഴങ്ങാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാച്ചിലിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്